എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വ്യക്തത ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്ലാരിറ്റി കിട്ടാതിരിക്കുകയോ, അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പ്രയാസപ്പെട്ടിരുന്നിരിക്കാം, അല്ല അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ലായിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ മാറി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഒരു മാലാഖിയാണ് ഇതിനകത്ത് വന്നിട്ട് ഒരു വിളംബരം നടത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ സത്യാവസ്ഥ, നിങ്ങളുടെ സത്യസന്ധത, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, ഇതൊക്കെ ഇന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈശ്വരൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റ്, യൂണിവേഴ്സ് തരുന്നൊരു ഗിഫ്റ്റാണ് ഇന്നത്തെ ദിവസം. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായും മനസ്സിലാക്കാനും നിങ്ങൾക്കത് മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഒരു അനുഗ്രഹം ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ദൈവനിയോഗം പോലെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവനിയോഗമായിട്ടാണ് കാണുന്നത്. അതായത് യൂണിവേഴ്സ് നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം. അതാണ് ഇന്നത്തെ ദിവസത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ ഭാഗത്തൊരു നീതിയും ന്യായവും എല്ലാം നിങ്ങൾക്കായിരിക്കും ഇന്നത്തെ ദിവസം മുൻതൂക്കമായിട്ട് കിട്ടുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം അത് മറ്റുള്ളവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ഒരു സെൻസിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും നിങ്ങളോട് വളരെ സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പീസ് മൈൻഡായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ വളരെ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് കാര്യം ആശയവിനിമയം ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മറ്റുള്ളവർ നിങ്ങളിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ദിവസമാണ്. അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതിയോ, നിങ്ങളുടെ പെരുമാറ്റമോ എന്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ എന്തുകൊണ്ടായാലും നിങ്ങളിലേക്ക് ഇന്ന് മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവർ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു. ആ ഒരു തലത്തിലേക്കാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളിയോ ബിസിനസ് പങ്കാളിയോ ആരാണെങ്കിലും നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആവാം. എന്തായാലും ഒരു കൂടിച്ചേരൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ആ പങ്കാളി നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, അല്ലെ ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ബിസിനസ് ടോക്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ രണ്ട് കാർഡ്സിലും വന്നിരിക്കുന്ന ഏഞ്ചൽസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏഞ്ചൽസ്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടുള്ളൊരു ദിവസമാണ്. എന്ത് കാര്യവും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇന്ന് ചെയ്യാവുന്നതാണ്. 7
നയൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആളുകൾക്ക് ഒരു പേടിയും ഭയവും ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിയോഗിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം നേടുമ്പോൾ നിങ്ങൾക്കൊരു ഭയം അനുഭവപ്പെടാൻ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം ചില ആളുകൾക്ക് അങ്ങനെയാണ്. സക്സസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് എനിക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പേടി ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്കൊരു ഒരു പേടി, ഭയം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി ഇന്നത്തെ ദിവസം നിങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജോലിയുടെ സമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് പക്ഷേ നിങ്ങൾ ഈ പേടിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല. ഈ നോർമലി നമ്മൾ എന്ത് കാര്യത്തിനെയും ഭയക്കുന്നത് അത് 95% വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഭയമാണ് മനുഷ്യരിൽ ഉണ്ടാവുന്നത്. നിങ്ങളും ഇന്നത്തെ ദിവസം ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് ഭയക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് യാതൊരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ളൊരു ഉത്കണ്ഠയും ടെൻഷനും ഒക്കെയാണ്. അത് മാറ്റിവെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാറ്റിവെച്ച് നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും കാര്യങ്ങൾ നിർവഹിക്കുക. നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പേടി, ഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാനാണ് പറയുന്നത്. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുറേ കാര്യങ്ങൾ, കുറേ കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ കുറേ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്, ഇനി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് മൂവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ള സമയമല്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സക്സസ്സിലേക്കുള്ള വഴിയും. നിങ്ങൾ സക്സസിൻ്റെ തൊട്ടരികിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊരു പിന്മാറ്റം പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സക്സസ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ തൊട്ടരികത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നോട്ട് പോകാൻ പാടില്ലെന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നേട്ടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. മുന്നോട്ട് പോവുക. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള പരിശ്രമത്തിൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ അതാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, കുറേ എഫേർട്ടും കുറേ കാര്യങ്ങളും ഇട്ടിട്ട് ഇതിൻ്റെ പുറകെ നിന്നിട്ട് എനിക്കിതുവരെ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല. റിസൾട്ട് കിട്ടുന്നില്ല എന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചിന്തിച്ച് ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിലോട്ട് തിരിയണോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് നിർത്തിയിട്ട് ജോലിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും ഇത് ഗിവ് അപ്പ് ചെയ്തിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകരുത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്ത് പരിശ്രമിച്ച് മുന്നോട്ട് പോകുവാനാണ് നിർദ്ദേശിക്കുന്നത്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഇന്നൊരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രൊഫഷണലിസം എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു മനഃശക്തിയും ഒരു കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇന്നത്തെ ദിവസം വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ആ ഒരു പവറിലാണ് ഇരിക്കുന്നത്. ഒരു വളരെ ആന്തരികമായിട്ട് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പവർ കിട്ടുന്നുണ്ട്. ആ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ എനർജിയും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും നിങ്ങൾക്ക് എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനകത്തൊരു സക്സസ് ആണ് കാണുന്നത്. എന്ത് കാര്യം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും അതിനുള്ള അറിവും ധൈര്യവും കഴിവുമെല്ലാം നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നിലോട്ട് പോവുക. എന്ത് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറയുന്നുണ്ട്.
പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരു പ്രഗ്നൻസി റിലീവ് ചെയ്യുന്നതിൻ്റെ ഒരു എനർജി കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് പുതിയ കാര്യങ്ങൾ, പുതിയ പാത നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഒരു നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കുട്ടി ജനിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള ന്യൂസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ കരിയർ ലൈഫിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഗ്രോത്തിൻ്റെ ഒരു ന്യൂസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് സൃഷ്ടിപരമായ കഴിവുകളൊക്കെ ഇന്നത്തെ ദിവസം പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന് നിങ്ങൾക്ക് ഒരു പ്രശംസ ലഭിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഇന്നത്തെ ദിവസം സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ സൂക്ഷ്മമായും കൃത്യതയോടും കൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നും ഒരു സ്നേഹവും ഒരു കൺസിഡറേഷനും ഒരു അട്രാക്ഷനും ഒക്കെ ഇന്ന് നേടിയെടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇന്നൊരു വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷപൂർവ്വം തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ സക്സസ്സും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതൊരു പൂർണ്ണതയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നൊരു വളരെയധികം സ്നേഹവും പരിലാളനയും അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടാനുള്ള ഒരു അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു ആ കാര്യത്തിലൊരു പരിപൂർണത അതാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തൊരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു സംതൃപ്തി ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരു ഡാൻസ് കളിക്കുന്ന ഒരു എൻജലിൻ്റെ ഒരു പിക്ചറാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്കൊരു ഡാൻസ് ചെയ്യാൻ തോന്നണമെങ്കിൽ അത്രയും മനസ്സിന് സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും സന്തോഷം അല്ലെങ്കിൽ ഒരു നിർവൃതി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന റീഡിങ്സ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഈ റീഡിങ്സ് നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കണം. എനിക്ക് മെസ്സേജ് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.